നോർമൽ മെഷീനിലും എംബ്രോയ്ഡറി വർക്ക് ചെയ്തെടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ആങ്കർ ത്രെഡാണ്. ഇതുപോലുള്ള ഏത് ത്രെഡായാലും കുഴപ്പമില്ല. എന്നിട്ടിത് ബോബിൽ ഇങ്ങനെ ചുറ്റിയെടുക്കുക. ഇത് നമുക്ക് മെഷീനിൽ ചുറ്റിയെടുക്കാൻ പറ്റില്ല. ഇതുപോലെ കൈകൊണ്ട് തന്നെ ചുറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഗേസിലിട്ടിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. പക്ഷെ ഭയങ്കര ടൈറ്റും ആവരുത്, അധികം ലൂസും ആവരുത്. ഇത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈൻ വർക്കാണ്. ഇത് നമുക്ക് ഡിസൈൻ വരച്ചിട്ടും ചെയ്യാം, അല്ലാണ്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തെടുക്കാം. ഈ ഡിസൈൻ വെച്ചിട്ട് നമുക്കൊരു ഡ്രസ്സിലൊന്ന് ഡിസൈൻ ചെയ്തിട്ട് നോക്കണം. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ അതായിട്ട് ചെയ്ത് കാണിക്കാം. താഴ്ഭാഗത്ത് ആങ്കറിൻ്റെ ത്രെഡും മുകളിൽ നോർമൽ ത്രെഡുമാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടാണ് ഉള്ളത്. അപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ളത്. നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുമ്പോൾ റണ്ണിങ് സ്റ്റിച്ച്, ബാക്ക് സ്റ്റിച്ചൊക്കെ ചെയ്താൽ നല്ല സമയം പിടിക്കും. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഡിസൈനൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലവറൊക്കെ വരച്ചിട്ട് ഒരു ഡിസൈനൊക്കെ ചെയ്യാം. ഞാനൊരു ലീഫാണ് വരക്കുന്നത്. ഈ ഡിസൈനുകളൊക്കെ ചെയ്യുമ്പോൾ എംബ്രോയ്ഡറി മെഷീനിൽ നമ്മൾ റിങ്ങൊക്കെ ഉപയോഗിക്കണം. ഈ നോർമൽ മെഷീനിൽ ഈ ഡിസൈനൊന്നും ചെയ്യുന്നതിന് റിങ്ങൊന്നും ആവശ്യമില്ല. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യും പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഷേപ്പൊക്കെ വരേണ്ടിടത്തൊന്ന് തിരിച്ചു കൊടുക്കണം എന്നേ ഉള്ളൂ. അത് നമ്മളിങ്ങനെ ഈ ഫൂട്ടൊന്ന് പൊക്കിയിട്ട് തിരിച്ചു കൊടുത്താൽ മതി. അതുപോലെ ഡിസൈനൊക്കെ ട്രേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നല്ലോണം വരക്കാൻ അറിയുന്നവർക്കൊക്കെ നല്ല അടിപൊളി ഡിസൈനൊക്കെ ചെയ്തെടുക്കാം. അതുപോലെ ഇനി പ്ലെയിൻ ആയിട്ടുള്ള നെയ്റ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നെയ്റ്റിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇതുപോലെ ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പം ഞാനിത് 2-3 ലീഫൊക്കെ ചെയ്ത് കാണിക്കാം. ഇനി ലീഫിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടും അല്ലെങ്കിൽ ഫ്ലവേഴ്സൊക്കെ പല കളറിൽ ഫ്ലവേഴ്സൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ല കാണാൻ. അതുപോലെ നമ്മൾ ഈ ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്നവർക്കറിയാം കമ്മൽ വർക്കിൻ്റെ ഒരു ത്രെഡ്. അത് വെച്ചിട്ട് ചെയ്താലും നല്ല ഗ്ലേസിങ് ഉണ്ടാവും. നല്ല ഭംഗിയും ഉണ്ടാവും കേട്ടോ കാണാൻ. ഇതൊന്ന് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്യുമ്പോൾ പിന്നെ പരമാവധി അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ നല്ലോണം ഫില്ലായി കിട്ടും. കണ്ടില്ലേ, മുകളിൽ നോക്കുമ്പോൾ നമുക്ക് നമ്മൾ നോർമൽ സ്റ്റിച്ചല്ലേ, അതുകൊണ്ട് ഫില്ലായോന്ന് അറിയില്ല. കണ്ടില്ലേ, ഒന്നും കൂടി ഇതിൽ ഒരൊറ്റ സ്റ്റിച്ചും കൂടി കൊടുത്താൽ നല്ലോണം ഫില്ലാവുമായിരുന്നു. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.